എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ മൂന്നാമത്തെ പർവമായ അരണ്യപർവത്തിൽ, അതായത് വനപർവം, പാണ്ഡവന്മാർ ചൂതിൽ തോറ്റ് വനവാസം ചെയ്യുകയാണ്. ഗംഗാതീരത്ത് ഇരുന്നു കൊണ്ട് അവർ മഹർഷിമാരുമായിട്ട് സത്സംഗത്തിലേർപ്പെടുകയാണ്. അതുപോലെ യുധിഷ്ഠിര മഹാരാജാവിന് വലിയ ദുഃഖമുണ്ടായത് അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടല്ല, തന്നെ അനുഗമിക്കുന്ന ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ എങ്ങനെ സഹായിക്കും, അവരുടെ ഉപജീവനം എങ്ങനെ സാധിക്കും, അവർക്കെങ്ങനെ അന്നദാനം ചെയ്യും എന്നതിനെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ടു. തൻ്റെ പുരോഹിതനായ ധൗമ്യനോട് അദ്ദേഹം വിനീതനായിട്ട് ചോദിച്ചു, എന്നെ അനുഗമിക്കുന്ന ഈ ബ്രാഹ്മണർക്ക് അന്നം നൽകാൻ വേണ്ടിയിട്ട്, അവരെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് സാധിക്കുന്നില്ല. കാരണം എനിക്ക് ദാനശക്തി ഇപ്പോൾ ഇല്ല. ധർമാനുഷ്ഠാനം വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. അത് കേട്ട് ധൗമ്യ മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു, പണ്ട് ജീവജാലങ്ങളൊക്കെ തന്നെ ഭക്ഷണം കിട്ടാതെ വിഷമിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് സൂര്യഭഗവാൻ ഉത്തരായണ ദിക്കിലേക്ക് സഞ്ചരിച്ചു. വടക്ക് ഭാഗത്തേക്ക്, ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് അവിടെ തപിപ്പിച്ച് അവിടെയുള്ള രസത്തെ സ്വീകരിച്ച് അദ്ദേഹം ദക്ഷിണായനം ചെയ്ത് ദക്ഷിണഭാഗത്തേക്ക് പോയി അവിടെ ആ ഉത്തരഭാഗത്തു നിന്നും ശേഖരിച്ച ജലത്തെ അവിടെ വർഷിച്ച് അവിടെ ഫലഭൂയിഷ്ഠമാക്കി തീർത്തു. വെള്ളം കൊണ്ട് നനച്ചു എന്നർത്ഥം. അപ്പോൾ ഓഷധികളുടെ നാഥനായ അധിപനായ ചന്ദ്രനും കൂടി സഹായിച്ച് അവിടെ ധാരാളം സസ്യജാലങ്ങൾ വളർന്നു വരികയും ചെയ്തു. എന്ന് വെച്ചാൽ സൂര്യൻ്റെ അയനത്തിൻ്റെ ആ പ്രത്യേകത കൊണ്ട് കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നു, ആവശ്യത്തിന് മഴ പെയ്യുന്നു. ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഭൂമി പുഷ്കലമായിരിക്കുന്നത്. അതുകൊണ്ട് ആ സൂര്യനെ നീ തപസ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. രാജാക്കന്മാർ തപസ് കൊണ്ടാണ് പലപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളത്. കാർത്തിവീരാർജുനൻ, വേനൻ്റെ മകനായ പൃഥു മഹാരാജാവ്, നഹുഷൻ മുതലായിട്ടുള്ള രാജാക്കന്മാരൊക്കെ തപപ്രഭാവം കൊണ്ടാണ് ശക്തി നേടിയതും പ്രജകളെ രക്ഷിച്ചതും എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് നീയും തപസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രം അദ്ദേഹം ഉപദേശിക്കുകയാണ്. സൂര്യഭഗവാന്റെ 108 നാമങ്ങളടങ്ങുന്ന ഒരു സ്തോത്രമാണ് അദ്ദേഹം ഉപദേശിച്ചത്. ആ 108 നാമങ്ങളുമായിട്ട് 13 ശ്ലോകങ്ങളാണ് ആദ്യ ഭാഗത്ത് അതിൽ കാണുക. മന്ത്രത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: സൂര്യോര്യമാഭഗസ്ത്വഷ്ടാം പൂഷാർക്ക സവിതാരവി ഗഭസ്തിമാനജഃകാലോ മൃത്യുർധാതാ പ്രഭാകര. ഇങ്ങനെ തുടങ്ങുന്ന ശ്ലോകങ്ങൾ 13 ശ്ലോകങ്ങളാണ് ആദ്യ ഭാഗത്തുള്ളത്. സൂര്യൻ്റെ 108 പേരുകളാണ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ സൂര്യൻ്റെ പേര് ആയിട്ട് സോമോ ബൃഹസ്പതി ശുക്രോ ബുധോങ്കാരക ഏവചാം ഇന്ദ്രോ വ്യവസ്വാൻ ദീപ്താം ശുചിശൗരിശരൈശ്ചര. ഗ്രഹങ്ങളുടെ പേരൊക്കെ സൂര്യൻ്റെ പര്യായമായിട്ട് പറയുന്നു. സോമൻ, വ്യാഴം, ശുക്രൻ, ബുധൻ, ചൊവ്വ, ശനൈശ്ചര എന്ന് വെച്ചാൽ ശനി എന്ന ഗ്രഹം. ഇവരൊക്കെ തന്നെ സൂര്യനിൽ നിന്ന് ശക്തിയും ഊർജ്ജവും സ്വീകരിക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ തന്നെ പര്യായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ മുതലായിട്ടുള്ള ത്രിമൂർത്തികളെയും സൂര്യൻ്റെ നാമങ്ങളായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ കൃതം, ത്രേതാ, ദ്വാപരം, കലി മുതലായിട്ടുള്ള യുഗങ്ങളും സൂര്യഭഗവാനായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. അതോടൊപ്പം ചരാചരാത്മാ, സൂക്ഷ്മാത്മാ, വിശ്വാത്മാ, വിശ്വതോമുഖ എന്ന് പൊതുവെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായിട്ട്, പരംബ്രഹ്മം തന്നെയായിട്ട്, പരമാത്മാവ് തന്നെയായിട്ടാണ് സൂര്യനെ ഇവിടെ സ്തുതിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഈശ്വരാരാധനയിലും ഈ പറഞ്ഞതുപോലെ
പരംബ്രഹ്മത്തെ, ഏകമായിരിക്കുന്ന സത്യത്തെ തന്നെയാണ്, ഏകമേവ അദ്വിതീയമായ ശക്തിയെ തന്നെയാണ് സൂര്യനായിട്ടും ഗണപതിയായിട്ടും സുബ്രഹ്മണ്യനായിട്ടും മഹാവിഷ്ണുവായിട്ടും ശിവനായിട്ടും ഭദ്രകാളിയായിട്ടും ഒക്കെ നമ്മൾ ഭജിക്കുന്നത് ഒരേ ഒരു സച്ചിദാനന്ദ സ്വരൂപത്തെ തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു ഈശ്വരനിൽ എല്ലാ ഈശ്വരന്മാരെയും മറ്റെല്ലാ ദേവന്മാരെയും കാണുക എന്നുള്ളൊരു രീതിയാണ് കാണുന്നത് ഇവിടെ. എന്നിട്ട് ഈ ശ്ലോകം, ഈ സ്തോത്രം ഉപദേശിച്ചിട്ട് പറയുന്നു, ഒടുവിൽ സൂര്യൻ്റെ മഹത്വം പറയുന്നു. പിതൃഗണസുരസേവിതം ഹ്യസുരനിശാചരസിദ്ധവന്ദിതം വരകനകഹുതാശനപ്രഭം പ്രണിപതിതോസ്മിഹിതായ ഭാസ്കരം. മനോഹരമായിട്ട് ശ്ലോകമാണ്. പിതൃക്കളാലും സുരന്മാരാലും സേവിക്കപ്പെടുന്നവനും അസുരന്മാരും രാക്ഷസന്മാരും സിദ്ധന്മാരും വന്ദിക്കുന്നവനും സ്വർണം പോലെ ശോഭിക്കുന്ന, അഗ്നി പോലെ ശോഭിക്കുന്നവനുമായ ആ ഭാസ്കരനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ സ്തോത്രം ആരാണോ ചൊല്ലുന്നത് അവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും എന്ന് ഫലശ്രുതി പറയുന്നു. സൂര്യോദയേയ സുസമാഹിത പഠേത് സ പുത്രധാരാൻ ധനരത്നസഞ്ചയാൻ ലഭേത ജാതിസ്മരതാം നരസദാ ധൃതിം ച മേധാം ച സവിന്ദതേ പുമാൻ. രാവിലെ പ്രഭാതത്തിൽ സൂര്യനെ ഇങ്ങനെ സ്തുതിക്കുന്നവന് ഭാര്യ, മക്കൾ, ധാരാളം ധനം, രത്നം മുതലായവ, അതുപോലെ പുനർജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വരും. ഇന്ദ്രിയശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും. ഇത് മാത്രമല്ല, വിമുച്യത്തെ ശോകദവാഗ്നിസാകരാത് ലഭേതകാമാൻ മനസാ യഥേപ്സിതാൻ. ദുഃഖമാകുന്ന കാട്ടുതീ ഒക്കെ തന്നെ അടങ്ങും. അതുപോലെ ആഗ്രഹിച്ച കാമങ്ങളെ നേടുകയും ചെയ്യുമെന്നാണ്. ഈ മന്ത്രത്തെ, ഈ സ്തോത്രത്തെ ചൊല്ലിക്കൊണ്ട് യുധിഷ്ഠിര രാജാവ് വെള്ളത്തിൽ മുങ്ങി നിന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ധ്യാനം ചെയ്തു. പുഷ്പോപഹാരങ്ങൾ സൂര്യന് സമർപ്പിച്ചുകൊണ്ടും വായുഭക്ഷണം ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം തീവ്രമായ തപസ് ചെയ്തത്. ആ തപസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൂടുതലായിട്ട് സൂര്യനെ സ്തുതിച്ച കാര്യം പറയുന്നു. മനോഹരമായിട്ടുള്ള സ്തോത്രം അവിടെയും കാണാം. ത്വം ഭാനോ ജഗതശ്ചക്ഷു ത്വമാത്മാ സർവദേഹിനാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഈ സൂര്യൻ ലോകത്തിൻ്റെ കണ്ണാകുന്നു എന്ന് പറയുന്നു. അതുപോലെ 33 ദേവന്മാർ, നമ്മൾ സാധാരണ പറയാറുണ്ട് 33 കോടി ദേവന്മാർ എന്ന്. പക്ഷേ മഹാഭാരതത്തിലും ചില ഉപനിഷത്തുകളിലും വ്യക്തമായിട്ട് പറയുന്നു ദേവന്മാരുടെ എണ്ണം 33 ആണ്. ഓരോ ദേവനും ഓരോ പ്രകൃതി ശക്തിയാണ്. ആ ശക്തിയുടെ കോടിക്കണക്കിന് വിഭാഗങ്ങൾ, കോടിക്കണക്കിന് രൂപത്തിലും ഭാവത്തിലും ഓരോ ദേവനും ഈ പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട് ആണ് 33 കോടി എന്ന എണ്ണം പിന്നീട് വന്നത്. ആ 33 ദേവന്മാരിൽ ആരൊക്കെയാണ് ഉള്ളത്? 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 8 വസുക്കൾ, പ്രജാപതി, ഇന്ദ്രൻ, ഇങ്ങനെ 33 ദേവന്മാരെയാണ് മഹാഭാരതം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ 33 ദേവന്മാർ സൂര്യനിൽ സാന്നിധ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതിക്കുന്നത്. ഏതായാലും ആ സ്തുതി കേട്ട് സൂര്യഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം നൽകിക്കൊണ്ട് പറഞ്ഞു, വരുന്ന 12 വർഷം ഞാൻ അങ്ങക്ക് അന്നം നൽകിക്കൊള്ളാം. ഗൃണീഷ്വ പിഠരം താമ്രം മയാ ദത്തം നരാധിപ യാവത് വർത്സ്യതി വാഞ്ചാലി പാത്രേണാനേന സുവ്രത ഫലമൂലാമിഷം ശാകം സംസ്കൃതം യൻ മഹാനസേ ചതുർവിധം തദന്നാദ്യം അക്ഷയ്യം തേ ഭവിഷ്യതി. പിഠരം താമ്രം, ചെമ്പ് കൊണ്ടുള്ള ഒരു പാത്രം ഇതാ സ്വീകരിക്കൂ. ഇതിൽ ഞാൻ തന്ന ഈ പാത്രത്തിൽ അന്നം തനിയെ ഉണ്ടാകും. പാഞ്ചാലി ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുത്ത ശേഷം ഭക്ഷണം കഴിക്കുന്നത് വരെയും അതിൽ അന്നം കാണും. അന്നം എല്ലാ തരത്തിലുള്ള ഫലമൂലം മുതലായിട്ടുള്ള എല്ലാ ഭോജ്യവസ്തുക്കളും അടങ്ങിയതായിരിക്കും. അടുക്കളയിൽ തയ്യാറാക്കിയതുപോലെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കും, ചതുർവിധമായിരിക്കും, അക്ഷയമായിട്ട് വരികയും ചെയ്യും. അങ്ങനെയുള്ള ഈ അക്ഷയ്യമായ പാത്രം ഞാനിതാ തരുന്നു. അതുകൊണ്ട് അങ്ങേക്ക് അന്നം സ്വീകരിക്കാനും അന്നദാനം ചെയ്യാനും സാധിക്കും. ഇത് മാത്രമല്ല, സൂര്യൻ മറ്റൊന്നുകൂടി പറഞ്ഞു, ഇതശ്ചതുർദശേ വർഷേ ഭൂയോ രാജ്യമവാപ്സ്യസി. ഇന്ന് തൊട്ട് 14-ാം വർഷം അങ്ങേക്ക് വീണ്ടും രാജ്യം തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ സൂര്യൻ്റെ അനുഗ്രഹം വാങ്ങി അക്ഷയ പാത്രവുമായിട്ട് അദ്ദേഹം ജലത്തിൽ നിന്ന് കരകയറി വന്ന് ധൗമ്യനെ നമസ്കരിച്ചു, തൻ്റെ സഹോദരന്മാരെ ആശ്ലേഷിച്ചു. അങ്ങനെ സുഖമായി അദ്ദേഹം അവിടെ കാട്ടിൽ ജീവിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു.
ഈ മന്ത്രം പണ്ട് ബ്രഹ്മാവ് ശക്രന്, അതായത് ഇന്ദ്രന് ഉപദേശിച്ചു. ഇന്ദ്രൻ നാരദന് ഉപദേശിച്ചു. നാരദൻ ധൗമ്യന് ഉപദേശിച്ചു. ധൗമ്യൻ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഉപദേശ പരമ്പര. എല്ലാ മന്ത്രങ്ങൾക്കും ഇങ്ങനെ ഒരു പരമ്പര ഉണ്ടായിരിക്കും. അതിനൊരു ഫലശ്രുതി അതുപോലെ ഛന്ദസ് മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെ ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങി വേണം നമ്മൾ ഏത് മന്ത്രത്തെയും ഉപാസിക്കാൻ എന്നുകൂടി ഇത് കാണിച്ചു തരികയാണ്. ഏതായാലും ഈ അക്ഷയപാത്രം കിട്ടിയതോടുകൂടി യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ കൂടെയുള്ള ബ്രാഹ്മണർക്ക് അന്നദാനം നൽകി. പിന്നെ അനുജന്മാർക്ക് എല്ലാം വിളമ്പിക്കൊടുത്ത് അവർ കഴിച്ച ശേഷം യുധിഷ്ഠിരൻ വിഗതാശി ആയിട്ട് വിഘസം കഴിക്കുക, അതായത് തൻ്റെ കുടുംബാംഗങ്ങൾക്കും ഭൃത്യന്മാർക്കും അതിഥികൾക്കും കൊടുത്ത ശേഷം ഭക്ഷണം കഴിക്കുന്നതിനെയാണ് വിഘസാശം എന്ന് പറയുന്നത്. നേരത്തെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ ഭക്ഷണം കഴിച്ച ശേഷമാണ് പാഞ്ചാലി ഭക്ഷണം കഴിക്കുക. അതോടുകൂടി അതിൽ അന്നം ക്ഷയിക്കുകയും ചെയ്യും. ഇങ്ങനെ കാട്ടിൽ കഴിയുന്നതാണെങ്കിലും പാണ്ഡവന്മാർ ധാർമ്മികരായിട്ട് ധർമാനുഷ്ഠാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതേ സമയത്ത് ഹസ്തനാപുരിയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് പിന്നീട് പറയുന്നത്.